ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പാവക്ക വറുത്തരച്ച കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാവക്ക എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു പാവക്കയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ എടുത്ത് കളയാം. ഇനി നമുക്ക് പാവക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ പാവക്കയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയുടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായി എടുത്തിട്ടില്ല. അതിലേക്ക് ഒരു 3 കഷ്ണം ഉള്ളി കൂടെ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനായി ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒരു ഡാർക്ക് കളറാകണം. എന്നിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ല ഡാർക്ക് കളറിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടാറാൻ വെക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാവക്ക ഒന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് പാവക്ക ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പാവക്ക വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ ചൂടെല്ലാം നന്നായി ആറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തേങ്ങയെല്ലാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാവക്കയുടെ സ്ഥിതി എന്തായി നോക്കാം. ഇപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളം എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാം. അതിനുശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ 5 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.